ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ 2019 തൊട്ട് ആഗ്രഹിച്ചൊരു ട്രിപ്പാണിത്. പക്ഷേ ഇപ്പോഴാണ് എല്ലാം കൊണ്ടും ഓക്കെ ആയത്. അപ്പോൾ ഏകദേശം 60 ദിവസത്തോളം വരുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ജൂൺ 10, 2025 നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇരുപത്തിനാലോളം സ്റ്റേറ്റുകളിലൂടെ കടന്ന് ഏകദേശം 20,000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്യാനാണ് നമ്മുടെ പ്ലാന്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ആദ്യം പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. നമ്മുടെ ഇന്ത്യയുടെ തുടക്കം കന്യാകുമാരിയിൽ നിന്നാണല്ലോ. അതുകൊണ്ട് നമ്മുടെ യാത്രയും ആദ്യം കന്യാകുമാരിയിലേക്കാണ്. ഇതാണ് എൻ്റെ ഹോം ടൗൺ രാമപുരം. അപ്പം സമയം രാവിലെ 7 മണിയാണ്. നമ്മൾ പാലാ ടൗണിലേക്ക് എത്താറായിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അപ്പം ഞാൻ സ്ഥിരമായി BPCL നിന്നാണ് കൂടുതലും പെട്രോൾ അടിക്കാറ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് BPCLൻ്റെ ഇതിൽ കിട്ടാറുണ്ട്. മാത്രമല്ല ഞാൻ BPCLൻ്റെ പെട്രോൾ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരുപാട് റിവാർഡ് പോയിൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഈ കാർഡിൽ 7,000-ഓളം രൂപയുടെ ഫ്രീ പെട്രോൾ എനിക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രിപ്പിൽ അതായിരിക്കും ആദ്യം യൂസ് ചെയ്യുക. അപ്പം ഈ പമ്പിൽ നമുക്ക് പോയിൻ്റ് റിഡീം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് ഏകദേശം 1,200 രൂപയോളം ആയിട്ടുണ്ട്. കുറച്ച് എണ്ണ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് BPCLൻ്റെ പെട്രോൾ കാർഡ് യൂസ് ചെയ്യുക. അതൊരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പം നമുക്ക് മന്ത്ലി ഒരുമിച്ച് പൈസ അടച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്കതിനകത്ത് 5% അതിന് മേളിലും റിവാർഡ് പോയിൻറ്റും നമുക്ക് കിട്ടും. അത് നമുക്ക് പെട്രോളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ പാലാ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാലായുടെ ഹൃദയഭാഗമായ, പാലായുടെ ഐക്കണായ കുരിശുപള്ളി ജംഗ്ഷൻ. കുരിശുപള്ളി മൊത്തമായിട്ട് കവർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ ആംഗിൾ അത്ര ക്ലിയർ ആയില്ല. അതുകൊണ്ട് കുരിശുപള്ളി ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളിന്ന് പോകുന്ന വഴി പാലായിൽ നിന്ന് പൊൻകുന്നം, പൊൻകുന്നത്തിൽ നിന്ന് മണിമല, റാന്നി, കോന്നി, പുനലൂർ, ഇതിലെയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഈ വഴി നമുക്ക് തിരക്കും കുറവായിരിക്കും, റോഡും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ വഴി തന്നെ ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. 2 സൈഡിലും നിറയെ മരങ്ങളായിട്ട് നല്ല ഭംഗിയാണ് ഈ വഴി യാത്ര ചെയ്യാൻ. നമ്മളിപ്പോൾ പുനലൂർ എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ വെച്ചിരുന്ന ആക്ഷൻ ക്യാമറയുടെ മൗണ്ട് ഇച്ചിരി കംപ്ലൈൻ്റ് ആയിട്ട് ഹെൽമെറ്റിൽ നിന്ന് ക്യാമറ എനിക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ ക്യാമറ വണ്ടിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പുനലൂർ എത്തിയപ്പം നമുക്ക് ചെറുതായിട്ട് മഴ കിട്ടി. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് പൊന്മുടി വഴി പോയാലോ എന്നൊരു ആലോചന വന്നത്. അതുകൊണ്ട് നമ്മൾ പൊന്മുടി കയറാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് വഴി ശകലം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പൊന്മുടിയിലെത്തിയേക്കാണ്. ഇതാണ് പൊന്മുടിയുടെ എൻട്രൻസ് പോയിൻ്റ്. ഇവിടെയാണ്. ഇവിടുന്ന് നമുക്ക് പാസ് എടുക്കണം. 60 രൂപയാണ് പാസിന് ആയത്. ഇവിടുന്ന് നല്ല രസമുള്ളൊരു ഡ്രൈവായിരുന്നു. കാട്ടിനകത്തോടെ തന്നെ നല്ലൊരു ഹെയർ പിൻസ്, എനിക്ക് തോന്നുന്നു ഏകദേശം 20-22ഓളം ഹെയർ പിൻ വളവുകളുണ്ടായിരുന്നു. അതിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല ഭംഗിയായിരുന്നു. അതും ഒരു മഴ കഴിഞ്ഞതുകൊണ്ട് ആവശ്യത്തിലധികം കോടമഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു.
ഏകദേശം 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങുവാണ്. അപ്പം വരുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടു. ഇവിടെ ഒരുപാട് തട്ടുകടകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ചൂട് ഓംലേറ്റും കട്ടൻ ചായയും അങ്ങനെയൊക്കെയുള്ളത് കിട്ടും. എന്തുകൊണ്ടും നല്ലൊരു തണുപ്പുള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണിത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പം കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമ്മളിനി തിരുവനന്തപുരം ടൗണിലേക്ക് പോകുന്നില്ല. നമ്മളല്ലാതെ തന്നെ വേറെ നേരെ കന്യാകുമാരിക്കൊരു റൂട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കിട്ടിയിട്ടുണ്ട്. ആ വഴി തന്നെ നമ്മൾ പോവുകയാണ്. ഇവിടെ പാലം പൊളിച്ചിട്ടേക്കാണ്. അപ്പം ബൈക്കിന് മാത്രമേ ഇതിലിപ്പോൾ പോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഒരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പാലമാണിത്. നമ്മളിപ്പം കന്യാകുമാരി അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നാഗർകോവിലൊരു റിലേറ്റീവ് ഉണ്ട്. റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഗൂഗിൾ അമ്മായി കാണിച്ചു തന്ന വഴി ഇച്ചിരി തെറ്റിയതല്ല, അവിടെ ടെമ്പററി ആയിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ റോഡ് മുമ്പോട്ട് പോകത്തില്ലായിരുന്നു. അപ്പം ഒരു വഴിയെ വന്നവർ അതിലെ പോകില്ല എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി നിർത്തി. പിന്നെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് കറങ്ങിയാണ് പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു. അതുകൊണ്ട് വിഷ്വൽസ് ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം ഫസ്റ്റ് ഡേ ഇതാണ് നമ്മുടെ യാത്ര വരുന്നത്. 339 കിലോമീറ്ററാണ് നമ്മളിന്ന് സഞ്ചരിച്ചത്. ഡേ 1 വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഡേ 2 വിശേഷങ്ങളുമായി വീണ്ടും കാണാം.